തന്നെ അറേബ്യൻ ഉപദ്വീപിൽ തന്നെ മക്ക എന്ന് പറയുന്ന ചെറുപട്ടണം. അന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജുർഹും ഗോത്രക്കാർ വന്ന് നമ്മൾ സൂചിപ്പിച്ചു. ആ ജുർഹും ഗോത്രക്കാർ പിന്നീട് മക്കയുടെ ഭരണം അവരുടെ കീഴിലാണ് വരുന്നത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം ജുർഹും ഗോത്രക്കാരാണ് മക്ക എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിന്റെ ഭരണം കൈയാളുന്നത്. അവർ കുറെ കാലം ഭരിച്ചു. ഏകദേശം 3 നൂറ്റാണ്ടുകളോളം അവരുടെ തന്നെ ഒരു മേൽക്കോയ്മയായിരുന്നു മക്കയിൽ ഉണ്ടായിരുന്നത്. അവരുടെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളും അന്നുണ്ടായി. ആദ്യമൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും പുനർനിർമ്മിച്ച കാബയുടെ മേൽനോട്ടമൊക്കെ അവർ തന്നെയായിരുന്നു നിർവഹിച്ചു. സംസം കിണറിന്റെ ഇതൊക്കെ അതിന്റെയൊക്കെ മേൽനോട്ടമൊക്കെ അവരുടെ കൈകളിലേക്ക് എത്തി. എന്നാൽ പിൽക്കാലത്ത് ഇവർ തന്നെ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് മക്കയെ നശിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. കാബയിലേക്ക് സമ്മാനമായി ലഭിക്കുന്ന സമ്പത്താകട്ടെ മറ്റ് സമ്മാനങ്ങളാകട്ടെ അതൊക്കെ സ്വന്തം നിലക്ക് ഉപയോഗിക്കുകയും അക്രമം കാണിക്കുകയും സംസം കിണർ മൂടിക്കളയുകയും വരെ ചെയ്ത ഒരു ഗോത്രമായി ജുർഹും ഗോത്രം പിന്നീട് അധപ്പതിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഈ ജുർഹും ഗോത്രത്തിൽ നിന്ന് പിന്നീട് മക്ക എന്ന് പറയുന്ന പ്രദേശം എത്തുന്നത്, അതിന്റെ ഭരണം എത്തുന്നത് ഖുസാ എന്ന ഗോത്രത്തിലാണ്. ഖുസാ എന്ന ഗോത്രം ജുർഹും ഗോത്രക്കാർക്ക് ശേഷം അധികാരത്തിലെത്തുന്നു. അതിന്റെ ഖുസാ ഗോത്രത്തിന്റെ തലവൻ അംർ ഇബ്നു ലുഹൈ അൽ ഖുസാഇ, ഖുസാ ഗോത്രത്തിന്റെ തലവൻ. ഇയാൾ ജാഹിലിയ്യ കാല ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇയാൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അംർ ഇബ്നു ലുഹൈ അൽ ഖുസാഇ എന്ന ഖുസാ ഗോത്രത്തിന്റെ തലവൻ അറിയപ്പെടുന്നത് മക്കയിലേക്ക് ആദ്യമായി വിഗ്രഹാരാധന കൊണ്ടുവന്ന മനുഷ്യൻ. മക്കയിലേക്ക് ആദ്യമായി ഒരു വിഗ്രഹം കൊണ്ടുവരികയും ആരാധന നടത്തുകയും വിഗ്രഹാരാധന മക്കയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത മനുഷ്യരാണ് ഖുസാ ഗോത്രത്തിന്റെ തലവൻ അംർ ഇബ്നു ലുഹൈ അൽ ഖുസാഇ. അതുവരെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദീൻ വളരെ ശക്തമായി തന്നെ മക്കയിൽ നിലനിൽപ്പുണ്ടായിരുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഖുസാ ഗോത്രം ഏകദേശം 3 നൂറ്റാണ്ടോളം 300ഓളം കൊല്ലം ഭരിച്ചു. പിന്നീട് അവരിൽ നിന്നാണ് ഖുറൈശ് ഗോത്രത്തിന് മക്കയുടെ സാരഥ്യം ലഭിക്കുന്നത്. മക്ക ഖുറൈശികളിലേക്ക് എത്തുന്നത് ജുർഹും ഗോത്രക്കാരിൽ നിന്ന് ഖുസാ ഗോത്രം വഴി ആണ് ഖുറൈശികളിലേക്ക് മക്ക എത്തുന്നത് എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഈ ഖുറൈശ് ഗോത്രത്തെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കണം. കാരണം ഈ ഗോത്രങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഭാവിയിൽ പ്രവാചക ചരിത്രം മുന്നോട്ട് പോകുമ്പോഴും നമുക്കത് ഉപകാരപ്പെടും. ഖുറൈശ് ഗോത്രവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വ പിതാക്കന്മാരും ഇവരൊക്കെ പിന്നീടും ചരിത്രത്തിൽ നമ്മൾ കടന്നു പോകേണ്ട സ്ഥലങ്ങളാണ്. ഈ ഖുറൈശ് ഗോത്രത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്ന, അന്ന് മക്കയിൽ അറിയപ്പെട്ടിരുന്ന നേതാവായിരുന്ന, വളരെ മക്കയുടെ ഒരു ഭരണാധിപൻ എന്നൊക്കെ തന്നെ പറയാൻ പറ്റുന്ന രൂപത്തിലുണ്ടായിരുന്നു ഹുസൈൻ ഇബ്നു കിലാബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാവ് ഹുസൈൻ ഇബ്നു കിലാബ്. ഇദ്ദേഹമാണ് മക്കക്കാർക്കെല്ലാം വേണ്ടി ഒരുമിച്ച് കൂടാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടാകണം, അവിടെ മീറ്റിംഗ് ഒക്കെ കൂടാനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും പറഞ്ഞത് ദാറുൻ നദ്വ എന്ന പേരിൽ ഒരു സ്ഥലം ഒക്കെ ഉണ്ടാക്കുന്നത് ഇദ്ദേഹം ഹുസൈൻ ഇബ്നു കിലാബ്. ഇദ്ദേഹം മരണപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന് അന്നുണ്ടായിരുന്ന കഅബയുടെ മേൽനോട്ടം, ഹജ്ജിന് വരുന്ന ആളുകളുടെ പരിചരണം തുടങ്ങിയ ഉത്തരവാദിത്വങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ മക്കൾക്ക് ഇദ്ദേഹം വീതിച്ചു കൊടുക്കുന്നതായി കാണുന്നു. അതിൽ ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക, അവരെ പരിചരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം കൈമാറുന്നത്, ഇദ്ദേഹത്തിന് അനന്തരാവകാശമായി ലഭിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മകനായ അബ്ദു മനാഫിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാവാണ് അബ്ദു മനാഫ്. ഹുസൈന്റെ മകൻ അബ്ദു മനാഫിലാണ്. അബ്ദു മനാഫിന് ശേഷം ഈ അധികാരം, കാബയുടെ പരിചരണം തുടങ്ങിയ മക്കയുടെ വളരെ വലിയ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നേതൃസ്ഥാനം അദ്ദേഹം കൈമാറുന്നത് ഹാഷിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാഷിം ഗോത്രക്കാരൻ, ഹാഷിമിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ പൂർവ്വ പിതാവിലേക്ക് ചേർത്താണ് ഹാഷിമി, ബനൂ ഹാഷിം, ഹാഷിമിന്റെ മക്കൾ എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. ഈ ഹാഷിമിന്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര വളരെ ചുരുക്കത്തിലൊന്ന് മനസ്സിലാക്കിയത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ ഒരു ഓർഡർ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതാണ്. ഇതൊരു യാദൃച്ഛികമായി ചരിത്രത്തിൽ ഉണ്ടായ ഒരു കാര്യമായിരുന്നില്ല ഈ ഒരു കൈമാറ്റം. ഓരോ ആളുകളിൽ നിന്ന് മക്കയുടെ നേതൃസ്ഥാനവും മഹത്വവും ശ്രേഷ്ഠതയും ഒക്കെ കൈമാറി വരുന്നത് ഒരു യാദൃച്ഛികയല്ല, മറിച്ച്
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ ഇടപെടലാണ്, കൃത്യമായ തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് നേരത്തെ പറഞ്ഞ എന്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന വ്യക്തിയിൽ പ്രവാചകത്വം വന്നു ചേർന്നു, അതെന്തുകൊണ്ട് മക്കയിലായി, അതെന്തുകൊണ്ട് അറേബ്യയിലായി, അതെന്തുകൊണ്ട് ഖുറൈശികൾക്കിടയിലായി, ഹാഷിമുകൾക്കിടയിലായി എന്നൊക്കെയുള്ള ചോദ്യത്തിന്റെ ഏറ്റവും ചുരുക്കത്തിലുള്ള ഉത്തരം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്ന ഒരു ഉത്തരമാണ്. അള്ളാഹു അള്ളാഹു തന്നെയാണ് അവന്റെ റിസാലത്ത് എവിടെ നിശ്ചയിക്കണം എന്നതിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത്. അത് തന്നെയാണ് ഏറ്റവും വളരെ പൂർണ്ണമായ ഉത്തരം. അതിനപ്പുറത്തേക്കുള്ളത് നമ്മുടെ പരിമിതമായ അറിവ് കൊണ്ട് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളാണ്. മക്കയിലെ ആളുകൾ തന്നെ അന്ന് അത്ഭുതപ്പെട്ടിരുന്നു. അവർക്ക് വെറുപ്പുണ്ടായിരുന്നു, അസൂയുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ മനുഷ്യന് പ്രവാചകത്വം കിട്ടി? വിശുദ്ധ ഖുർആൻ അത് ഉദ്ധരിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ സൂറത്തു സുഖ്റൂഫിലൂടെ അത് പറയുന്നുണ്ട്. അവർ പറഞ്ഞ വാചകം, അവരെന്താണ് പറഞ്ഞത്? വഖാലു ലൗലാ നുസ്സില ഹാദൽ ഖുർആൻ അലാ റജുലിൻ മിനൽ ഖറിയതൈനി അദീം. അവർ പറഞ്ഞതാണ്, ഈ ഖുർആൻ എന്തുകൊണ്ട് ഈ രണ്ട് നഗരങ്ങളിലെ, രണ്ട് സ്ഥലങ്ങളിലെ ആളുകളിലെ പ്രധാനിയായി ഒരാൾക്ക് അള്ളാഹു അവതരിപ്പിച്ചില്ല? അഥവാ അവർ ഉദ്ദേശിക്കുന്നത് മക്കയും ത്വായിഫുമാണ്. മക്കയിലെയോ ത്വായിഫിലെയോ പ്രധാനപ്പെട്ട വലീദ് ബിൻ മുഗീറ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട മക്കയിലെ നേതാക്കളെ പോലെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് പ്രവാചകത്വം കിട്ടിയില്ല? അവർ ചോദിച്ചാ എന്തുകൊണ്ട് അവരൊന്നും പ്രവാചകരായി, അല്ലെങ്കിൽ ത്വായിഫിലെ ഉന്നതരായ ഒരു മനുഷ്യൻ, പല പേരുകളും ചരിത്രത്തിൽ കാണാൻ കഴിയും, അയാൾക്ക് എന്തുകൊണ്ട് അള്ളാഹു പ്രവാചകത്വം കൊടുത്തില്ല? എന്തുകൊണ്ട് അയാൾക്ക് ഈ ഖുർആൻ ഇറങ്ങിയില്ല? ഇതൊക്കെ അവര് ചോദിച്ച ചോദ്യങ്ങളാണ്. പ്രവാചകത്വം എന്തുകൊണ്ട് ഈ ഗോത്രത്തിൽ, ഈ മനുഷ്യനിൽ തന്നെ വന്നു ചേർന്നു എന്നത് അന്ന് മുതലേയുള്ള സംശയമാണ് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും. ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ. അല്ലാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറഞ്ഞത്? ഇസ്മായിൽ നബിയുടെ സന്തതി പരമ്പരകളിൽ നിന്ന് അള്ളാഹു കിനാനയെ തെരഞ്ഞെടുത്തു. കിനാന ഗോത്രത്തെ, കിനാന എന്ന മനുഷ്യന്റെ മക്കളെ തെരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈശൻ മിൻ കിനാന. കിനാന എന്ന ഗോത്രത്തിൽ നിന്ന്, അതിൽ ഖുറൈശികളെ അള്ളാഹു തിരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം. ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിമിനെ അള്ളാഹുവിന്റെ തിരഞ്ഞെടുപ്പാണ്. ഓരോ ചരിത്രത്തിലെ ഒരുപാട് യാദൃശ്ചികളിൽ നിന്ന് ഒരു യാദൃശ്ചികയായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവും എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. നേരെ മറിച്ച് അത് അള്ളാഹുവിന്റെ വ്യക്തമായ, വളരെ കൃത്യമായ ചിട്ടയോടുകൂടിയ തിരഞ്ഞെടുപ്പാണ്, ഓരോ ഘട്ടത്തിലുമുള്ള തിരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെയും ഹദീസിൽ പ്രത്യേകം എടുത്ത് പരാമർശിക്കുവാനുള്ള കാരണം. കിനാനയെ തിരഞ്ഞെടുത്തു, കിനാനയിൽ നിന്ന് ഖുറൈശികളെ തിരഞ്ഞെടുത്തു, ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിമിനെ തിരഞ്ഞെടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസ്തഫാനി മിൻ ബനി ഹാഷിം. ഹാഷിം ഗോത്രത്തിൽ നിന്ന്, ഹാഷിം സന്തതികളിൽ നിന്ന് എന്നെയും അള്ളാഹു തിരഞ്ഞെടുത്തു. അള്ളാഹുവിന്റെ തിരഞ്ഞെടുപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും നിയോഗവും എന്നതാണ് ഏറ്റവും ചുരുക്കത്തിൽ ഈ ഹദീസിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്.